നന്മകളുടെ തുടർച്ചയാണല്ലോ LDF പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അപ്പോൾ അത് ജനം സാധാരണ വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണല്ലോ കേരളത്തിലുള്ളത്, വടക്കേ ഇന്ത്യ പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 10 വർഷം നടന്ന മുന്നേറ്റം എന്താണെന്ന് നന്നായി ബോധ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും VK സനോജ് തീർച്ചയായും ഈ മട്ടന്നൂരിൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളല്ലേ. നമ്മുടെ മലയാളി കേരളത്തിലുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട യുവ നേതാവാണെങ്കിൽ പോലും സ്വന്തം മണ്ണല്ലേ. അപ്പോൾ അവിടെ അതിനെ സംബന്ധിച്ച് എല്ലാവരും സഹോദരങ്ങളെപ്പോലെ സനോജിനെ സ്വീകരിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറ നേതൃത്വത്തെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരായിരുന്നില്ല ഈ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള രണ്ടാം പിണറായിയും. അതുപോലെ എപ്പോഴും തനിക്ക് ശേഷം പ്രളയം വന്ന രീതിയല്ലല്ലോ മറ്റ് ഇപ്പോൾ UDFിലോ അല്ല NDAയിലോ ഒക്കെ സംഭവിക്കും പോലെ അല്ലല്ലോ. കൃത്യമായ ആരോഗ്യമുള്ളൊരു നേതൃത്വ നിലയെ കൊണ്ടുവരിക എന്ന ശാസ്ത്രീയമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് VK സനോജിനെ പോലുള്ള ചെറുപ്പക്കാർ ഈ കേരളത്തെ നയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം ഈ ഇവിടെ പ്രബുദ്ധരായ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.